അല്ല ആരെ പോയി വരുന്ന നോക്കി നോക്ക്. റേഞ്ച് റോവറിലാണോ? വല്ല മന്ത്രിയോ അല്ലെങ്കിൽ വല്ല സാമൂഹ്യ പ്രവർത്തകനോ അല്ലെങ്കിൽ വല്ല പ്രഭാഷകന്മാരോ അല്ലെങ്കിൽ വല്ല എന്താ പറയുക കല്യാണം കഴിഞ്ഞ പുതിയണ്ണും പുതിയാപ്പയ്ക്ക് ആയിരിക്കും. ഏതായാലും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ അല്ലട്ടോ ഇത് കത്തിയും മഴകളൊക്കെ ഉണ്ടല്ലോ കയ്യില്, കയറൊക്കെ ഉണ്ട്. സംഭവതേ തെങ്ങുമ്മ കയറുന്ന ആളാട്ടോ. ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ പറഞ്ഞു വന്നതേ നമ്മുടെ നാട്ടില് കേരളത്തില് എല്ലാവിധ ജോലിക്കും ആളെ കിട്ടുന്നുണ്ട്. ഒരു പടവാണെങ്കിലും തേപ്പാണെന്നുണ്ടെങ്കിലും വല്ല വാർപ്പാണെന്നുണ്ടെങ്കിലും, അതായത് കക്കൂസിന് ഇല്ല കാഷ്ടം വരെ കൊണ്ടുപോകാൻ ആളെ കിട്ടുന്നുണ്ട്. എന്നാൽ തെങ്ങുമ്മ കയറാൻ നമ്മളെ കേരളത്തിൽ വളരെ ചുരുക്കമാണ്. ശരിക്ക് തെങ്ങുമ്മ കയറിയിട്ടൊക്കെ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ജോലി എനിക്ക് തോന്നുന്നത്, ഏറ്റവും നല്ല ശമ്പളം കിട്ടുന്ന ഒരു ജോലി എനിക്ക് തോന്നുന്നത് അതായിരിക്കും. നമ്മളെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ചില ഏരിയകളിലൂടെയൊന്നും ഒരു തെങ്ങുമ്മ കയറാൻ ഒരാളെയും കിട്ടൂല. ഈ ഐസുംകാരൻ്റെ കഥ പറയില്ലേ, ഐസ് ഉണ്ടാകുമ്പോൾ പൈസ ഉണ്ടാവില്ല, പൈസ ഉണ്ടാകുമ്പോൾ ഐസ് ഉണ്ടാവില്ല, ഇനി പൈസയും ഐസും ഉണ്ടാകുമ്പോൾ നമുക്ക് സമയം ഉണ്ടാവില്ലാറില്ലേ. അതേ അവസ്ഥയാണ് ഈ തെങ്ങുമ്മ കയറുന്ന ആളുകളുടെ ഒരവസ്ഥ. അതൊരു പ്രത്യേക പവറിനെ കേട്ടോ തെങ്ങുമ്മ കയറുക എന്ന് പറഞ്ഞാൽ. അതിനൊരു ചില്ലറ ധൈര്യം എന്നല്ല. ഏതായാലും ഇതുപോലെയൊക്കെ ഒരു അവസ്ഥയ്ക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ കേരളം. ഒരു തെങ്ങുമ്മ കയറുന്ന ഒരാളെ കിട്ടാനൊക്കെ വളരെ പ്രയാസമാണ് ഇപ്പോൾ. എന്തായാലും നല്ലൊരു മെസ്സേജാണ് കേട്ടോ ഇത് ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. നല്ല ഇഷ്ടപ്പെട്ട സംഭവം ഇത്. നമ്മുടെ കേരളത്തിലെ സംഭവം ഇനിയൊക്കെ നടക്കാൻ പോകുന്ന ഒരു സംഭവം കൂടിയാണ് ഈ കാണുന്നൊരു വീഡിയോ എന്നുള്ളത്. ഏതായാലും ഓക്കെ, ഗുഡ് ബൈ.